മരുന്നുകൾക്കുണ്ടാകുന്ന അലർജി ചികിത്സാ പിഴവാണ്. ആദ്യമേ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മരുന്നിന്റെ അലർജി എന്ന് പറഞ്ഞാൽ മറ്റ് ഏതൊരു അലർജിയെ പോലെ തന്നെ ഒരു തരം അലർജിയാണ്. അതായത് നമ്മളുടെ ശരീരത്തിന് ആ മരുന്നിനോടുള്ളാവുന്ന റെസ്പോൺസ്, അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനത്തിന് ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ കണ്ടന്റിനോടുള്ള റെസ്പോൺസ് ആണ് ഈ മരുന്നുകളുടെ അലർജി ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ഏത് മരുന്നിനോടാണ് അലർജി, അല്ലെങ്കിൽ ഒരു മരുന്നിന്റെ ഏത് കണ്ടന്റിനോടാണ് അലർജി എന്നുള്ളത് തിരിച്ചറിയുവാൻ ഒരു ഡോക്ടർക്കും മുൻകൂട്ടി പറയാൻ സാധിക്കുകയില്ല. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഡ്രഗ് അലർജിയുടെ ലക്ഷണങ്ങൾ, അതായത് കഴിക്കുമ്പോൾ ദേഹത്തുണ്ടാകുന്ന ചൊറിച്ചൽ, അസ്വസ്ഥത, ക്ഷീണം, വേറുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ശ്വാസം മുട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ ആ മരുന്ന് കഴിക്കുന്നത് ഉടൻ തന്നെ നിർത്തലാക്കുക. ഉടനെ തന്നെ ഇത് ഡോക്ടറിനെ അറിയിക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മാത്രമല്ല, ഇനി ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഏത് ഡോക്ടറിന്റെ അടുത്ത് ചെന്നാലും ഈ മരുന്നിന്റെ പേര് കാണിക്കുക. മുമ്പ് ഈ മരുന്ന് കഴിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അസ്വസ്ഥതകൾ എടുത്തു പറയുക. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ മറ്റൊരു രോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു ആശുപത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്യാഹിത പ്രശ്നത്തിൽപ്പെട്ട് ഒരു ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡോക്ടർക്ക് അറിയണമെന്നില്ല നിങ്ങൾക്ക് ഈ മരുന്ന് അലർജി ആണെന്നുള്ളത്. ഓർത്തിരിക്കുക, ഒരിക്കലും ഒരു ഡോക്ടർക്കും മരുന്നിന്റെ അലർജി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല, മുൻകൂട്ടി പറയാൻ പറ്റുകയില്ല. അത് ഒരിക്കലും ചികിത്സാ പിഴവല്ല.